ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? നമ്മൾ രക്ഷിക്കാൻ. എങ്ങനെ രക്ഷിക്കാൻ പറ്റും? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എങ്ങനെ രക്ഷിച്ചു? പറ. കുരിശിൽ ഏറി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ വന്നത് എന്തിന്? മരിക്കാൻ. ആണല്ലേ? ആണല്ലേ? ഈശോക്ക് ഉറപ്പല്ലേ നമ്മളെ രക്ഷിക്കാനാണ് വന്നതെന്ന്? അങ്ങനെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? കുരിശിൽ കയറണമെന്ന് ആർക്കറിയാം? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ജനിച്ചത് എന്തിനാ? ജീവിക്കാൻ. ശരിയല്ലേ? നമ്മളൊക്കെ ജനിച്ചത് എന്തിനാ? ജീവിച്ചിട്ടും തീർന്നിട്ടുണ്ടാ? ഇരിക്കണ ഭൂരിപക്ഷം ഞാൻ ഒഴിച്ച് കെക്ക CC അടഞ്ഞ് തീർന്നിരിക്കണേണ്. എന്നിട്ട് ഇനിയും ജീവിക്കണമെന്നല്ലേ ആഗ്രഹം? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെന്തിനാ? ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസമാണ്. ശരിയല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ജീവിക്കേണ്ടെന്നല്ല ഞാനീ പറഞ്ഞ. ഈശോ വന്നത് എന്തിനാ? മരിക്കാനാ. സത്യം പറഞ്ഞാൽ മരിക്കാനാ. കാരണം എന്താ? മരിക്കുന്ന ഉറപ്പോടെ വന്നത്. ഇതെല്ലായ്പ്പോഴും അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. എല്ലായ്പ്പോഴും അറിയാമായിരുന്നു. നല്ല ബോധം ഉണ്ടായിരുന്നു. ആണല്ല? ആ കർത്താവ് ഒരിടത്ത് വെച്ച് ഒന്നിടറി. എവിടെയാണെന്നറിയാമോ? ഗെത്സമനി തൊട്ടിയത്. എന്താ പറഞ്ഞത്? ഞാൻ മരിക്കാൻ വന്നേണെന്ന് ഇതിനു മുമ്പ് 3 പ്രാവശ്യമാരോട് പറഞ്ഞു. ഞാൻ പീഡിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞതാ. എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഈ കർത്താവ് തന്നെ ഗെത്സമനിൽ നിന്നപ്പോൾ പറഞ്ഞതാണ്, കഴിയുമെങ്കിൽ ഒന്ന് മാറ്റിത്തരാൻ. അപ്പം ഈശോയ്ക്ക് പറ്റി അല്ലേ? പക്ഷെ അടുത്ത സെക്കൻഡിൽ ഈശോ എന്ത് ചെയ്ത്? അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രാക്ക് മാറി, ഈശോ പോലും ഒന്ന് മാറി ഒരു സെക്കൻഡ്, എന്നിട്ട് കർത്താവ് ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ ട്രാക്കിലേക്ക് വന്നു. കാരണം എന്താണെന്നറിയോ? നമ്മളെപ്പോലെയല്ല ഈശോ. നമ്മളെക്കാളും ബുദ്ധി ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളല്ല ശരി, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ശരിയെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ പറഞ്ഞു, വേണ്ട, എടുത്തോ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഈ ഒരു വിവേകം ഉണ്ടല്ല, ഈ ഒരു സുബോധം ഉണ്ടല്ല, എൻ്റെ ബുദ്ധിയേക്കാൾ അപ്പുറം എൻ്റെ ദൈവത്തിൻ്റെ ബുദ്ധിയാണെന്നുള്ള ആ വിവേകം, സുബോധം കിട്ടിയാൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാതിരിക്കില്ലേ? പറ ഇത്രയുള്ളൂ. അതാണ്. അപ്പം സമർപ്പണത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം, എന്തിനു സമർപ്പിക്കുന്നു? എൻ്റെ ജീവിതം അനുഗ്രഹമായ ഒരു ജീവിതമാണ് ദൈവം തന്നേക്കുന്നത്. അത് അനുഗ്രഹമായി തന്നെ തീരാൻ നമുക്ക് കുറവുണ്ട് നമുക്ക്, അല്ലേ? നമുക്ക് അത്രയും ബുദ്ധിയില്ല, ഞാനും ഇല്ല ഗ്രഹിക്കാം. അപ്പോൾ അമ്മ മാതാവിന് കൊടുക്കണേ. അമ്മ മാതാവ് ഇനി. അപ്പോൾ ഈശോൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഞാൻ ചോദിക്കാനാണ്, ഈശോ മരിച്ചതുകൊണ്ടല്ലേ അനുഗ്രഹമായത്? അപ്പോൾ ഈശോയുടെ ഇഷ്ടം എന്തായിരുന്നു? ഇതൊന്ന് മാറി കുറച്ചാളും കൂടി സുഖിച്ചു നടന്നാൽ കൊള്ളായിരുന്നു. അല്ല, അതല്ല പറഞ്ഞത്. കഴിയുമെങ്കിൽ ഒന്ന് മാറ്റിത്താന്ന്. അപ്പോൾ ആ ഹിതം നിറവേറിച്ചെങ്കിൽ വല്ലതും നടക്കുമായിരുന്നാ? ഇനി അടുത്ത ആളെ പിടി. മാതാവിനെ പിടിച്ചേ. മാതാവിനോട് മംഗളവാർത്ത പറഞ്ഞേ. ആരാ പറഞ്ഞത്? ഗബ്രിയേൽ. അവിടെ നിൽക്കട്ടെ. ഗബ്രിയേൽ ആരുടെ ദൂതൻ എന്നാ പറഞ്ഞ? ദൈവത്തിൻ്റെ ദൂതൻ. പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് ലെറ്റർ തന്നെ ഉണ്ട്. ആ ലെറ്ററിലുള്ള സന്ദേശം പോസ്റ്റ്മാൻ്റെ ആണ്. ആരുടെയാണ്? അയച്ചവൻ്റെ ഉള്ള. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ദൂതൻ ഗബ്രിയേൽ മാലാക. ഗബ്രിയേൽ മാലാകയുടെ ഹിതമാണ് ആ പറഞ്ഞത്. ആരുടെ ഹിതം? ദൈവത്തിൻ്റെ ദൂതാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം മംഗളവാർത്ത എന്നാ പറയണ. എന്ത് വാർത്ത? അതിൻ്റെ അർത്ഥം എന്താ? സന്തോഷ വാർത്ത. മംഗളവാർത്ത ആരോട് പറയണു? അപ്പം മാതാവ് എന്താ പറഞ്ഞത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പറഞ്ഞെന്താന്ന് പറ. അതിനു മുമ്പ് പറഞ്ഞുണ്ട്, അവൾ വളരെയേറെ. ഞാൻ ചോദിക്കട്ടെ, ഇത് മംഗളവാർത്തയല്ലേ? അതും നമ്മൾ നാട്ടുകാർ സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. അതുപോട്ടെ, ഇത് പറ്റിക്കുന്ന ആളാണ് പറഞ്ഞത്. ദൈവം തമ്പരാൻ വന്നിട്ട് മംഗളവാർത്ത പറഞ്ഞേ, സന്തോഷകരമായ വാർത്ത അമ്മ മാതാവിനോട് പറയണേ. അപ്പം അമ്മ എങ്ങനെയാണത് എടുത്തത്? ഇതെങ്ങനെ? എന്തവസ്ഥയാണ്? ഇപ്പോൾ മാതാവ് ഭയങ്കര സംഭവമാണെന്നാണ് അമ്മ പറയണ. പക്ഷേ അമ്മ മാതാവിൻ്റെ ആദ്യത്തെ സെക്കൻഡിലുള്ള മറുപടിയാണിത്. ഇതെങ്ങനെ സംഭവിക്കും? ഈ ഈശോയ്ക്കുണ്ടായിരുന്നു ഗെത്സമൻ തോട്ടത്തിൽ ഈ ദൈവഹിതം ശരിയാവോ, വേണോ വേണ്ടെന്നുള്ളത്, ഇല്ലേ? പക്ഷെ അമ്മയ്ക്കും ഉണ്ടായി. അസ്വസ്ഥയായി എന്ന് പറഞ്ഞ മംഗളവാർത്ത കേട്ടിട്ടെ അസ്വസ്ഥയായിട്ട് അവൾ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അമ്മ മാതാവ് എന്ത് ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാ? പറ. അവിടെയാണ് നമ്മുടെ സമർപ്പണം എങ്ങനെ വേണമെന്നുള്ളത്. നമ്മുടെ സമർപ്പണം ഇതാണ് പ്രിയപ്പെട്ടവരെ. അതായത് മാതാവിന് അസ്വസ്ഥത ഉണ്ടായി, ദൈവഹിതം പറഞ്ഞപ്പോൾ, മംഗളവാർത്ത പറഞ്ഞപ്പോൾ മാതാവ് സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? അസ്വസ്ഥയെന്ന് എന്നെ അതാണ് അസ്വസ്ഥപ്പെടുന്നത്. അമ്മ മാതാവ് ഇത്രയും നമ്മൾ ശ്രേഷ്ഠ എന്ന് പറയുന്ന അമ്മ മാതാവ് ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞപ്പോൾ അസ്വസ്ഥയായിന്ന്. അങ്ങനെ നമ്മളും അസ്വസ്ഥപ്പെടൽ തെറ്റണ്ട. നമുക്കും സംശയം ഉണ്ടാകാം, തെറ്റില്ല. പക്ഷേ അമ്മ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് അമ്മയെ ശ്രേഷ്ഠയാക്കി മാറ്റിയത്.
അമ്മയും ബലഹീനയായിരുന്നു, അമ്മയും ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു, അമ്മയ്ക്കും സംശയം ഉണ്ടായി. പക്ഷേ ആ സംശയം നമുക്കും ഉണ്ടായിക്കോട്ടെ, അത് തെറ്റില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അമ്മ എന്ത് ചെയ്ത്? ഇതാ കർത്താവ്, നിങ്ങൾ എല്ലാം ഓടിച്ചാടി പോണെന്തിനാ? ആ വചനം വള്ളി ഉള്ളി വിടാതെ അങ്ങോട്ട് തുടർന്ന് വ്യാഖ്യാനിക്കും. ചാടി അങ്ങോട്ട് കയറി. ഇതാ കർത്താവിൻ്റെ ദാസി. സ്ഥിരം നമ്മൾ അതാ കേട്ടോ. അമ്മയെക്കുറിച്ച് അതുമാത്രം കേട്ടല്ലോ. പക്ഷെ അതുമാത്രം കേട്ടാൽ പോരാ, അതിനു മുമ്പുള്ള പച്ച സ്ത്രീ, പച്ച മനുഷ്യ എന്ന നിനക്ക് അമ്മയ്ക്കുണ്ടായ ബലഹീനതയും കുറവും കൂടി ധ്യാനിക്കണം. കാരണം നമുക്ക് വേണ്ടിയാണ് അമ്മ മാതൃക തരുന്നത്. അപ്പോൾ അസ്വസ്ഥയായി. ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു? അടുത്ത സെക്കൻഡിൽ പുരുഷനെ അറിയുന്നില്ല, അതും പറഞ്ഞു. പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ഡയലോഗ്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞു. ഈ സംശയമൊക്കെ പറഞ്ഞിട്ട് അമ്മ എങ്ങനെയാണ് ശ്രേഷ്ഠയായി എന്നുള്ളതാണ് എൻ്റെ റൂട്ട്. അതാണ് സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ സംശയം ഉണ്ടായ ആള് കർത്താവിൻ്റെ ദാസിയോട് സമർപ്പിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോഴേ നിങ്ങൾക്ക് തോന്നുള്ളൂ സമർപ്പിക്കണ്ടെങ്കിൽ. അതൊക്കെ നിൽക്കട്ടെ. ഈ അസ്വസ്ഥത, ഈ സംശയം ആരോടാണ് അമ്മ പങ്കുവെച്ചത്? നാട്ടുകാരോടാണ്. ആരോടാ? ദൈവദൂതനോട് തന്നെ, ദൈവത്തോട് തന്നെ ചോദിച്ചു. എന്നിട്ട് ദൈവം സംസാരിച്ചോ ഇല്ലേ? അപ്പോൾ അമ്മ എന്ത് ചെയ്ത്? കേട്ടു. അതാണ് സമർപ്പണം. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസിന്ന്. പിടികിട്ടിയാ? ശ്രദ്ധിച്ചേ, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോ. ഫോട്ടോ എടുക്കണ്ട അയാള്, അതെന്നിട്ട് വൈറലാക്കും അയാള്. ഓക്കെ, നോക്ക്. അതായത് അമ്മ മാതാവിന് മംഗളവാർത്ത കൊടുത്തപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടാ. എന്താണ് മരിയൻ സമർപ്പണം എന്നാണ് ഈ പറയാൻ കേട്ടാ. അമ്മ മാതാവ് മംഗളവാർത്ത കേട്ടപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും മറക്കരുത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി ആരാ ഒരുക്കിയേക്കണത്? ദൈവം. ആ പദ്ധതി, അമ്മയെക്കുറിച്ചുള്ള പദ്ധതി ആരാ ഒരുക്കിയേക്കണത്? ദൈവം. ആ പദ്ധതി ദൈവദൂതനിലൂടെ അമ്മയ്ക്ക് വെളിപ്പെടുത്തണേ, നമുക്കും ഇതുപോലെ വെളിപ്പെടുത്തി തരും. അപ്പോൾ അമ്മയ്ക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കണം. നീ നിസാരക്കാരത്തിയല്ല, നീ കുഞ്ഞിനെ പ്രസവിക്കും, അവൻ രക്ഷകനാണ്, സംഭവമാണെന്നൊക്കെ ആ ദൈവീക പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അമ്മയ്ക്ക് അസ്വസ്ഥതയുണ്ടായി. അമ്മ സംശയിച്ചു. ക്ലിയർ? അപ്പം അമ്മ എന്ത് ചെയ്ത്? ഇത് പറ്റൂല, ദൈവത്തോട് തന്നെ ചോദിക്കാൻ തയ്യാറായി. അപ്പോൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ഇവിടെയാണ് സമർപ്പണം. ഇതിനാണ് ഈ സമർപ്പണ ധ്യാനം. ആ ദൈവത്തിൻ്റെ ഹിതം നമ്മളെക്കുറിച്ചുള്ളത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയാൽ പോരാ. ഒരു 10 നോവേന ചൊല്ലി, അല്ലാണ്ട് 10 കുർബാന ചൊല്ലി, എന്നിട്ടും എൻ്റെ കാര്യം നടന്നില്ല, അപ്പം ഞാൻ ഇനി പള്ളിയിലേക്കില്ല. അങ്ങനെയല്ല. ആ ദൈവത്തിൻ്റെ അടുത്ത് വന്നിരിക്കണം, അവനെ കേൾക്കണം, അവൻ്റെ സ്വരം കേൾക്കാനാകണം. അപ്പോൾ അമ്മ മാതാവ് എന്ത് ചെയ്ത്? കേട്ടു. എന്തൊക്കെയാണ് കേട്ടത്? അപ്പോഴാണ് കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. എന്തൊക്കെ കേട്ട്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാണുള്ള മംഗളവാർത്ത. അത് കഴിഞ്ഞിട്ട് സംശയം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, 2 കാര്യങ്ങളാണ് കേട്ടത് കേട്ടാ. ഒന്നാമത്തെ കാര്യം, അമ്മേനോട് ഇവർ പറഞ്ഞ്, ദൂതൻ പറഞ്ഞ്, വന്നി എന്ന് പറഞ്ഞിരുന്ന എലിസബത്ത് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. അതെന്താ സംഭവം? ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പറ. മനസ്സിലായില്ലേ? വിശ്വാസം വർദ്ധിക്കാൻ എന്താ പറഞ്ഞത്? ഒരു അത്ഭുത സാക്ഷ്യമാണ്. പറ. ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ നോവേന സെൻറ്ററിലും ധ്യാന കേന്ദ്രത്തിലും നടക്കുന്ന 2 കാര്യങ്ങളാണിത്. ഈ 2 കാര്യങ്ങൾ. ഒന്ന്, അത്ഭുത സാക്ഷ്യം കേൾക്കാറുണ്ടാ? കൺവെൻഷനിൽ, ധ്യാന കേന്ദ്രത്തിൽ, നോവേനയിൽ. അത് ഈ പെന്തക്കോസ്തക്കാരന് കുശമുള്ളതിന് നമ്മ എന്ത് ചെയ്യാനാണ്? ദൈവം ചെയ്ത പരിപാടിയാണ്. അമ്മയ്ക്ക് സംശയം ഉണ്ടായപ്പോൾ സംശയം മാറ്റാൻ ആദ്യം കൊടുത്തത് ഒരു അത്ഭുത സാക്ഷ്യമാണ്. അതാണ്. നീ എന്താണ് ഈ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചല്ല ആള്. അപ്പോൾ പറഞ്ഞത്, നീ എന്താ വിചാരിച്ചേക്കണ? അവിടെ വരണം, ഇനി ഒരിക്കലും പ്രസവിക്കൂല എന്ന് പറഞ്ഞ് വന്നി എന്ന് എഴുതപ്പെട്ടവള് 6 മാസമായി. പിന്നെയാണ് നിന്റെ കാര്യം. അതായത് ഈ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തിനാ? നീ വിശ്വസിക്കാനാ. നിനക്ക് മാരക രോഗം ഉണ്ടായിരിക്കാം, പക്ഷേ അതിലും വലുത് മാറിയവര് നിന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒന്നാമത്തെ കാര്യം. ഓക്കെ. അപ്പോൾ ഒരു അത്ഭുത സാക്ഷ്യങ്ങൾ, അതാണ് നമ്മൾ വചനം കേൾക്കുന്നത്, വചന ശുശ്രൂഷയ്ക്ക് പോകണത്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ധ്യാന കേന്ദ്രങ്ങളിലും നോവേന കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്ന 2ാമത്തെ കാര്യം അത്ഭുത സാക്ഷ്യം മാത്രമല്ലേ. നമ്മൾ ഈ അത്ഭുത സാക്ഷ്യത്തിന് പുറകെ പോകണേ. കൃപാസനത്തിൻ്റെ അത്ഭുതങ്ങൾ മാത്രം, എന്നിട്ട് അത് മാത്രം കേട്ടിട്ടുണ്ട് കുറേ പേര് വിമർശിക്കും. പക്ഷെ അവിടെ വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ വചന ശുശ്രൂഷയുണ്ട്, അവിടെ കുമ്പസാരമുണ്ട്, അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അതൊന്നുമില്ല. ഈ അത്ഭുത സാക്ഷ്യം കേട്ടിട്ട് കുശുമ്പൂത്തിയിട്ട് ഇങ്ങനെ നടക്കണേ. എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റണ്ട. ഞാൻ ചോദിക്കണത്, ഹൈന്ദവരുൾപ്പെടെ വന്ന് സാക്ഷ്യപ്പെടുത്തണല്ലേ?
മുസ്ലിങ്ങൾ ഉൾപ്പെടെ. വെറുതെ അങ്ങനെ കുറച്ച് ആൾക്കാരെ കുറച്ച് നാളൊക്കെ പറ്റിക്കാൻ പറ്റും, കുറേ നാൾ പറ്റിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ എത്ര ആളായി അവിടെ മരിയൻ പ്രദക്ഷിണം, ലക്ഷങ്ങളല്ലേ നടന്നു പോണത്. അതെങ്ങനെ പറ്റും? അതെ. അപ്പോൾ ഞാനത് പറയാനല്ല. അപ്പോൾ ഞാൻ പറയണത്, ഒന്ന് അത്ഭുത സാക്ഷ്യം കൊടുത്തു, രണ്ടാമത് കൊടുത്തെന്താ, വചനം കൊടുത്തു. അടുത്തെന്താണ് പറഞ്ഞത്? ഈ വന്യയുടെ കാര്യം പറഞ്ഞും എലിസബത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അടുത്തെന്താ പറഞ്ഞത്? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ഒരു വചനം അവിടെ പറഞ്ഞ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി. പേടിച്ചില്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അമ്മ മാതാവിൻ്റെ സമർപ്പണത്തിന്റെ പിന്നിലുള്ള കഥയാണ് ഈ പറഞ്ഞത്. ഈ സമർപ്പണമല്ല നമ്മ നടത്തേണ്ടത്. നമ്മോട് ദൈവം പറഞ്ഞു തരുന്നുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല, അത് ക്ഷേമത്തിനാ. ആ പദ്ധതി നിനക്കായി വചനത്തിലൂടെ വെളിപ്പെടുത്തി തരാൻ ദൈവം തയ്യാറാ, നിന്നോട് സംസാരിക്കാൻ തയ്യാറാ. അത് നീ കേൾക്കാതെ വഴിതെറ്റി പോയിട്ടുണ്ട് ലോകത്തിലായതുകൊണ്ട്. അപ്പോൾ ആ ദൈവം നമ്മെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതി, ഈ മംഗളവർത്തമാനം നമുക്ക് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും. സ്വാഭാവികം, ഒരു തെറ്റുമില്ല, സംശയം ഉണ്ടായിക്കോട്ടെ. പക്ഷെ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുത്തിയിരിക്കരുത്. വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, കേൾക്കണം. ഇതിനാണ് ഈ ധ്യാനം. എന്നിട്ട് കർത്താവിനെ കേൾക്കാൻ തയ്യാറാവുമ്പോൾ കർത്താവ് എന്ത് പറയും? ഒരു അത്ഭുത സാക്ഷികളൊക്കെ നമുക്ക് കാണിച്ചു തരും, പിന്നെ വചനം തരും. ആ വചനം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെ ആദ്യം സംശയിച്ച അമ്മ ഈ വചനവും ഈ അത്ഭുത സാക്ഷ്യം കേട്ടിട്ട് ആ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് അമ്മ മാതാവിന് വല്ല നഷ്ടവും ഉണ്ടായോ? വല്ല നഷ്ടം ഉണ്ടായാ? എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിനെ സമർപ്പിക്കണമെങ്കിൽ, അമ്മ മാതാവിനെ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. കാരണം നിങ്ങളെക്കുറിച്ച് പുതിയതായിട്ടൊരു ശ്രേഷ്ഠ പദ്ധതി ഒന്നും ഉണ്ടാക്കണ്ട, ഓൾറെഡി ഉണ്ട്. അത് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വഴിക്ക് നടന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാ. ശരിയാണോ? ഞാനേ പട്ടമൊക്കെ കിട്ടിയിട്ട് നമ്മുടെ രീതിയിൽ ഇങ്ങനെ നടക്കണമായിരുന്നു. മനസ്സിലായ? കുറേ ഇതൊക്കെ പറഞ്ഞ് പ്രസംഗമൊക്കെ കഷ്ടപ്പെട്ട് അതൊക്കെ എന്തൊക്കെ നമ്പറായിരുന്നു, ഒന്നും ഏറ്റില്ല. അവസാനം വട്ടാലച്ചനടുത്ത് പോയി ധ്യാനിച്ച്. അപ്പം എന്തൊക്കെയോ കത്തി അവിടെയൊക്കെ. പിന്നെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിതാവ് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്തെന്നാണ്, പ്രശസ്ത ധ്യാനഗുരു. ഇപ്പോൾ ആ പദ്ധതി, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായി. ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ ഒരു അച്ഛനല്ല, ഈശോൻ്റെ വചനം പ്രഘോഷിക്കാൻ ഉള്ളൊരു ശുശ്രൂഷയാണ് എനിക്ക് തന്നേക്കണത്. അത് തിരിച്ചറിയാൻ ഇത്തിരി വൈകിപ്പോയി. തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ആ ജീവിതത്തിലേക്ക് ജീവിതം കൊടുത്തപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് പറ? എനിക്ക് വല്ല കുഴപ്പമുണ്ടാ? ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയേക്കണ പദ്ധതി ഉണ്ടെന്നേ, അത് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയതിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചേ, ഒന്നിനും കുറവുണ്ടാവില്ല.
ഒന്നിനും കുറവുണ്ടാവില്ല. ഇത് അനുഭവിച്ചിട്ട് പറയണേ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണെന്നറിയോ, സത്യമാണ്. എൻ്റെ ഇടവപ്പള്ളിയിലല്ലേ, ഇടവക്കാരുണ്ടാ നോക്കട്ടെ, കടവന്ത്രയിൽ ഇടവപ്പള്ളിയിൽ 5-8 കൊല്ലം ഒരു പ്രസംഗത്തിന് പോലും എന്നെ വിളിക്കൂലായിരുന്നു. സത്യം, ഒരു പ്രസംഗത്തിന് വിളിക്കൂലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകണ്ടേ, നല്ല വിളിക്കോളൂ. ആന്ന് വിളിക്കൂലായിരുന്നു. ഇപ്പോൾ വിചാരിച്ചിന് എല്ലാ പെരുന്നാളിനും വിളിക്കണേ. കഴിഞ്ഞ ആഴ്ച വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരൂല, എനിക്ക് നാണമാണ്, എല്ലാ കൊല്ലം വേണം, എല്ലാ കൊല്ലം ഞാൻ, എല്ലാ പെരുന്നാളിനും ഞാൻ. നാട്ടുകാരോട് അച്ഛനെ വിളിക്കുന്നു. വ്യത്യാസം വന്ന എവിടെയും എൻ്റെ ഒരു ട്രാക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ടായി. ആ ട്രാക്കിലേക്ക് ഞാൻ കണ്ടെത്തി, അതിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹം. മനസ്സിലായേ? ഇന്നലെ ആരുടെ തിരുനാളായിരുന്നു? ഫ്രാൻസേവർ അല്ലേ? ഫ്രാൻസേവറിൻ്റെ പരിപാടി എന്തായിരുന്നു? അന്ന് മാടമ്പിയായിരുന്നു, ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു, ഭയങ്കര കഴിവുകളൊക്കെ ആയിരുന്നു അല്ലേ? വല്ല ഗുണമുണ്ടായ ആ ഒരു ദിവസം കുതിരപ്പുറത്തുനിന്ന് തലയും കുത്തി വീണ് യുദ്ധത്തിൽ പരിക്ക് പറ്റി. അപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൾ വന്നു, ആരൻ കൂട്ടുകാരൻ ഇഗ്രീസിലേളോ വന്ന് ഇതെന്ത് പറഞ്ഞു, എടാ നീ ഇത് ലോകം മുഴുവൻ നേടി, നിനക്കെല്ലാം ഉണ്ടല്ല, നിൻ്റെ ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ ആത്മാവിന് വരെ നീ എന്ത് കൊടുക്കും? അപ്പോഴാണ് കത്തിയത്. ആണാ, ശരിയാണല്ലേ. പുള്ളെന്ത് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയ. എന്നിട്ട് ഇപ്പോൾ എവിടെ കിടപ്പുണ്ട്? എവിടെ? ഗോവയിൽ. എത്ര കൊല്ലമായി ഇന്ന്? സ്വർഗത്തിലുണ്ട്, അത് പോട്ടെ, നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ അവിടെയുണ്ട്. ഗോവയിലുണ്ടല്ല. എത്ര കൊല്ലമായി മരിച്ചിട്ട്? 500 കൊല്ലമായി. നിങ്ങൾ മരിച്ച 5 ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും പറ? ശരിയാണാ? 500 കൊല്ലമെന്ന്. 500 കൊല്ലമായിട്ട് അഴുകപ്പെടാതെ ഗോവയിൽ ഈ ഫ്രാൻസേവറിൻ്റെ ശരീരം കിടക്കുകയാണ്. ഈ ലോകം മുഴുവൻ നേടി നിന്റെ ആത്മാ നഷ്ടപ്പെടാൻ എന്ത് പറയുന്ന വചനത്തിൽ വിശ്വസിച്ച് ജീവിതം ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഈ കിടപ്പാണ്. അതിനു മുമ്പായിരുന്നെങ്കിലാ പട്ടാളക്കാരനെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയുമായിരുന്ന? സത്യം പറ, ആരെങ്കിലും അറിയുമായിരുന്ന? മാറിയണ്ട, ടെസ്റ്റ് കണ്ട. എല്ലാ വിശുദ്ധന്മാരും എടുത്തു നോക്കുന്നേ, എല്ലാ വിശുദ്ധരും എടുത്തു നോക്കിയേ. അവർ ഈ ലോകത്തിൻ്റെ രീതിയിൽ പോയി, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ ആ സെക്കൻഡിൽ അവർ ജീവിതം മാറിക്കഴിഞ്ഞപ്പോൾ അവരിന്ന് അറിയപ്പെടുന്നവരായി. അപ്പോൾ നമ്മൾക്ക് കർത്താവ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി അമ്മ മാതാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിച്ചത്. അപ്പോൾ ഈ മരിയൻ സമർപ്പണം എന്ന് പറയുന്നത് അമ്മ മാതാവിന് എന്തെങ്കിലും കൊടുക്കണതല്ല, നമ്മുടെ ജീവിതത്തെ പെർഫെക്റ്റ് ആക്കുന്നതാ, അനുഗ്രഹമാക്കുന്നതാ, ശ്രേഷ്ഠമാക്കുന്നതാ. അങ്ങനെ നമ്മെക്കുറിച്ച് ദൈവം ഒരുക്കി ഈ മഹത്തായ പദ്ധതി നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുമ്പോൾ നമ്മിലൂടെ ആര് മഹത്വപ്പെടും? ദൈവം മഹത്വപ്പെടും. അതല്ലേ മദർ തെരേസ ആകട്ടെ, വിശുദ്ധരെടുത്ത് നോക്കിയേ, അവരാ വിശുദ്ധമായ ജീവിതം നയിച്ചു കഴിഞ്ഞപ്പോൾ അവരിലൂടെ ദൈവത്തെ അറിയാൻ തുടങ്ങി, ദൈവത്തെ പ്രഘോഷിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണല്ല ഫ്രാൻസിസ് അസീസി പറഞ്ഞത്, നിങ്ങൾ സദാസമയവും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവിൻ, എന്നാൽ ആവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതെങ്ങനെ പ്രഘോഷിക്കും? സദാസമയവും സുവിശേഷം പ്രസംഗിക്കുക, പക്ഷെ ആവശ്യത്തിന് മാത്രം വാക്ക് ഉപയോഗിച്ചാൽ മതി. എന്താണത്? അതാണ് നമ്മുടെ ജീവിതം കാണുമ്പോൾ ഈശോനെ പ്രഘോഷിക്കാനാവും. നമ്മുടെ ജീവിതം കാണുന്നവർക്ക് തോന്നണം. ഇനി ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിരുന്നു ബൈബിള്. ആ ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതായിരുന്നു പറയാമോ? ബുദ്ധി ഉണ്ടാന്ന് നോക്കട്ടെ മരിയൻ സമർപ്പണക്കാർക്ക്. നിങ്ങൾ മാതാവിനെ കുറിച്ച് മാത്രം അറിയുള്ളല്ലോ, ഗാന്ധിജിയെക്കുറിച്ച് ഒരു ബന്ധവുമില്ല. സുവിശേഷത്തിലൊരു ഭാഗം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അഷ്ടസൗഭാഗ്യം, മത്തായി 5, അഷ്ടസൗഭാഗ്യം 5, 6, 7 ഇദ്ദേഹത്തിന് ഭയങ്കര സ്പർശിച്ച ഭാഗമായിരുന്നു. അദ്ദേഹം സത്യത്തിൽ ക്രിസ്ത്യാനിയാകേണ്ടതായിരുന്നു. ഇനി അദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കി എന്ന് പറഞ്ഞിട്ട് ഓടി വരരുത് കേട്ടോ. അദ്ദേഹം ശരിക്കും ക്രിസ്ത്യാനി ആയാനേ. എന്താ ആകാഞ്ഞെന്നറിയും? അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ കിടക്കുമ്പോഴാണ്, അവിടെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായില്ല, അപ്പോൾ ഇവിടെ അധികം ഉണ്ടായില്ലല്ലോ. സൗത്ത് ആഫ്രിക്കയിലുള്ളപ്പോഴാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, എന്നാൽ ക്രിസ്ത്യാനികളെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, വെറുക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ട ജീവിതങ്ങളാണ് നമ്മളെ കണ്ടിട്ട് ക്രിസ്തുവിനെ വെറുക്കാനിടയാവരുത്. മനസ്സിലായി? അതാണ് അവിടെ സംഭവം. മനസ്സിലായി? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവം ഒരുക്കിയ അനുഗ്രഹമാണ്, അത് മഹത്വത്തിൻ്റെ ജീവിതമാണ്. അത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു മാതാവിനെ കുറിച്ച്. ജോൺ പോൾ ജപമാല എന്താണ്? ജപമാല എന്താണ്? മരിയ സമർപ്പണത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം ആണ്. എന്താണ് ജപമാല? കുടുംബത്തിലെ വിശുദ്ധ കുർബാന, അതൊക്കെ സംഭവിച്ചു. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്താണ്. ജോൺ പോൾ മാർപ്പാപ്പ പറയണതേ, ജപമാല എന്നാൽ
പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. ഓഫ്, എന്തു മനോഹര! അതായത് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്. അതായത് നമ്മൾ നോക്കിയ ജപമാലയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാം ദിവരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം മുഴുവനും ആരും? ഈശോൻ്റെ രഹസ്യങ്ങളല്ലേ? ഈശോയുടെ ദിവ്യ രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കണം. ഒന്നാം രഹസ്യം നമുക്ക് ധ്യാനിക്കാം. എന്നിട്ട് നമ്മൾ നന്മ പറഞ്ഞാൽ ചൊല്ലി ഇത് ധ്യാനിക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ശരിക്കും ധ്യാനിച്ചാൽ അനുഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ ചൊല്ലി തീർക്കണമെങ്കിൽ നടക്കില്ല. ധ്യാനിക്കാന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നന്മ നിറഞ്ഞ മറിയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിയേ അത്ഭുതം ഉണ്ടാവും. എനിക്ക് അനുഭവം ഉണ്ടാകും. അല്ലാണ്ട് ചുമ്മാ അതൊക്കെ പറഞ്ഞു ആ ഇൻട്രൊഡക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ രഹസ്യത്തിൻ്റെയും രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ല? ഒന്നാമത്തെ അറിയാം, രണ്ടാമത്തെ അറിയാം, മൂന്നാമത്തെ അറിയാം, നാലാമത്തെ അറിയാം, കാണാപ്പാടം അറിയാം. എന്നിട്ട് എന്തിനാണ് ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴും ഇത് പറയണത്? അത് ധ്യാനിക്കണം, അത് ധ്യാനിക്കാനുള്ളതാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാപ്പാടം അറിയാമെങ്കിലും അതിങ്ങനെ പറയണത്. പറഞ്ഞു തന്നെ ചെല്ലണം. കാര്യം ഇത് ധ്യാനിച്ചു നോക്കിയ. അതാണ് ജോൺ പോൾ പറഞ്ഞത്, അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് ജപമാല. എൻ്റെ അർത്ഥം എന്താ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അപ്പം ആരുടെ കൂടെയാണ് നിങ്ങൾ? അമ്മയുടെ മടിയിലാണ്. എന്നിട്ട് എന്താണത്? ഈശോൻ്റെ രഹസ്യം ധ്യാനിക്കുക. അത് നടക്കണം ജപമാലയിൽ. അപ്പം നമ്മുടെ സമർപ്പണം ശരിയാവും. അതായത് വചനമല്ലേ ധ്യാനിക്കണത്, വചനത്തിൽ സംഭവിച്ച ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിക്കുക. അതാണ് ധ്യാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ. ഇതിപ്പോൾ എന്താണ്? ഒരു നന്മ പറഞ്ഞ 53 ജപങ്ങൾ 53 പ്രാവശ്യം കൂടി ചൊല്ലി എൻ്റെ കാര്യം നടക്കണേ, എൻ്റെ രോഗം മാറണേ, എൻ്റെ സൗഖ്യം കിട്ടണേ, ഇതൊക്കെ മാറും. എന്ത് ചെയ്യണം? ഈ രഹസ്യം ധ്യാനിച്ചാൽ മതി. അപ്പോഴീ പ്രാർത്ഥനയൊന്നും വെക്കണ്ടെന്ന് ഞാൻ പറയണം. അപ്പം ഇതങ്ങോട്ട് ധ്യാനിച്ചേക്കുക. ധ്യാനം കഴിയുമ്പോൾ മാതാവിനെ നമ്മുടെ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ വ്യത്യാസം വരും. വ്യത്യാസം വരും. ഒരു അനുഭവം പറഞ്ഞുതരാം. ഡാനിയൽ പൂവണ്ടത്തിങ്കലച്ചൻ അറിയോ? ഇത്തിരി പ്രശസ്തനാണെന്ന് തോന്നുന്നു. പൂവണ്ടത്തിലച്ഛൻ്റെ അടുത്തേ അച്ഛൻ ഈ കോവിഡ് സമയത്ത് ഒരു ഡയലോഗ് അടിച്ച്. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. ബൈബിൾ പഠനമൊക്കെ നല്ല സൂപ്പറല്ലേ. പുള്ളി വെറുതെ അത്ഭുത സാക്ഷ്യമോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വചനം പഠനം മാത്രമേ ഉള്ളൂ. സ്ട്രിക്ട്ലി വചന പഠനം. അപ്പോൾ ഞാൻ ഒരുപാട് വചനം പഠനം, കോവിഡ് സമയത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം എന്ത് പറ്റി? ഞാൻ ഈ സെമിനാരിയിലായിരുന്നു, സ്പിരിച്വൽ ഫാദർ. അപ്പോൾ സെമിനാരിൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അവിടെ നിത്യാരാധന ചാപ്പലുണ്ടായി. നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും, എന്നിട്ട് വചനം കൊടുക്കും, മതബോധന ഗ്രന്ഥം ഇരുന്ന് പഠിക്കലാണ് ഫുൾ ടൈം. രാവിലെ തൊട്ട് ഈ ഓൺലൈനിൽ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ വചന പഠനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫുൾ ടൈം വേറെ ഒന്നും ചെയ്യാനില്ല. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് വചനം പഠിക്കുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് മാറ്റം ഉണ്ടായത്. വചനം പഠിക്കാനും പ്രഘോഷിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അച്ഛനാ. കാരണം അച്ഛൻ എന്ത് രസമായിട്ടാണ് ആ ബൈബിൾ പഠിപ്പിച്ചത്. സെമിനാരി പഠിച്ചാണ്, ഒരു ഉപകാരം ഉണ്ടായില്ല, തോറ്റുപോയി. പക്ഷേ ഇദ്ദേഹം പഠിപ്പിച്ചപ്പോൾ നല്ല രസം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഇങ്ങേരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പറയട്ടെ, ഞാൻ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു പുള്ളിനെ ഇരുത്തിക്കൊണ്ട്. തല്ലിയില്ലെന്നേ ഉള്ളു കേട്ടോ. അതായത് എനിക്ക് ഭയങ്കര ദേഷ്യം. അത്ര ഫാൻ ബോയ് ആയിരുന്നു ഞാൻ പുള്ളിയുടെ. എന്താ സംഭവം എന്നറിയോ? ഇദ്ദേഹം കോവിഡ് സമയത്ത് ഒരു ഡയലോഗ് അടിച്ചില്ലേ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബൈബിള് എത്ര നേരം വായിക്കണം? അരമണിക്കൂർ വായിക്കണം. അരമണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന അസാധ്യമായ കാര്യങ്ങൾ കിട്ടിയിരിക്കും. ശരിയല്ലേ? കേട്ടിട്ടില്ലേ? എന്നിട്ട് വായിച്ചവരല്ലേ ഇവിടെ ഇരിക്കണത്. എനിക്കത് കേട്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ വാചനം വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ നിങ്ങൾ വചനം അരമണിക്കൂറേ വചനം ഒരു ദിവസം വായിച്ചാൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണ എല്ലാം കിട്ടുമെന്ന്. അതെനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഇങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഈ അത്ഭുത സാക്ഷ്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയില്ലായിരുന്നു. ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ പറയണേ നിൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ അരമണിക്കൂർ വചനം വായിച്ചാൽ 3 മാസം കഴിയുമ്പോൾ കിട്ടുമെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചേ പാവം നല്ല ബൈബിൾ സ്റ്റഡിയൊക്കെ അല്ലേ, അനുസരിക്കാം. നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നേ, പക്ഷെ നമ്മൾ ആദ്യം അനുസരിക്കണം. അപ്പം ഞാനെന്ത് ചെയ്ത്, ഇദ്ദേഹം പറഞ്ഞത് ഇത്രയും നാൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇതും ശരിയാകണമല്ല. എന്നാലും സംശയ ദൃഷ്ടിയോടെ ഞാനെന്ത് ചെയ്ത് അനുസരിക്കാൻ തയ്യാറായി. അപ്പം ഞാൻ തീരുമാനിച്ച് ബൈബിൾ വായിക്കും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ട്. എന്നിട്ട് എന്ത് ചെയ്ത്, ഇദ്ദേഹം പറഞ്ഞില്ല ഒരു പരീക്ഷണം നടത്തിക്കളയാം. ഇദ്ദേഹം പറഞ്ഞില്ല അസാധ്യമായത് എന്തും 3 മാസം കഴിയുമ്പോൾ കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചേ ഇന്ന് കേട്ടൊരു പണി കൊടുക്കാം. ഞാനെന്ത് ചെയ്ത് അസാധ്യമായ 3 കാര്യങ്ങൾ വെച്ചങ്ങോട്ട് ഈ പരിപാടി ഞങ്ങൾ തുടങ്ങി, വചന വായന അരമണിക്കൂർ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എന്നിട്ട് എൻ്റെ പ്ലാൻ എന്താ അറിയോ, ഇദ്ദേഹം ഒരു ഡയലോഗ് കൂടി പറഞ്ഞു. അതാണ് എനിക്ക് ദേഷ്യം തോന്നിയത്. ഡയലോഗ് അറിയോ, നിങ്ങൾ ഈ അരമണിക്കൂർ വായിച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച അസാധ്യ കാര്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, എന്നെ ഒന്ന് തല്ലിക്കോളാൻ. ശരിയല്ലേ?
ശരിയല്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ തീരുമാനിച്ചു ഈ മനുഷ്യനെ ഞാൻ തല്ലിയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അങ്ങേരെ തല്ലാൻ വേണ്ടി ഞാൻ വായന തുടങ്ങി. എന്നിട്ട് കിട്ടൂല എന്നുള്ള ഉറപ്പിലാണ് വായിക്കണത്. ഒന്നും കിട്ടൂല. അത് കിട്ടൂല, അസാധ്യകാരി കിട്ടൂല. ഞാൻ മെത്രാനാകാനാണ് ചോദിച്ചത്, കിട്ടൂലല്ല. നിക്ക്, അത് വെറുതെ പറഞ്ഞാ അതൊന്നും ചോദിച്ചില്ല. കേക്ക്. അപ്പോൾ ഞാൻ അസാധ്യമായ 3 കാര്യം വെച്ചിട്ട് വചനം വായിക്കണേണ്ട. 3 മാസം കഴിയുമ്പോൾ ഇത് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എന്നിട്ട് തല്ലും. ഇതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ അത്ര അവിശ്വാസിയായിരുന്നു ഞാൻ, കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എന്തായാലും പുള്ളിനെ തല്ലണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മുടങ്ങാൻ പാടില്ല. വായിക്കുമെന്ന് പറഞ്ഞാൽ വായിച്ചിരിക്കണം. അപ്പം ഞാൻ ചെയ്തത്, ഇനി വല്ലപ്പോഴും ഇത്തിരി കുറവ് വരണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അരമണിക്കൂർ, അതേ മനസാക്ഷിക്കടി ഉണ്ടാകരുതേ തല്ലാൻ പോകാൻ നിർത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ഡ്യൂട്ടി കൃത്യമായിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാക്കി. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരി കുറവ് വന്നാലും പുള്ളിക്ക് ക്ലെയിമില്ല, എനിക്കും ധൈര്യമായിട്ടതല്ല. അപ്പോൾ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാക്കി. വേറെ പണിയൊന്നുമില്ലല്ലോ, കോവിഡല്ലേ, കുത്തിയിരുന്ന് വായിക്കാമല്ല. അപ്പോൾ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാക്കിയിട്ട് ഒരു കാര്യം കൂടി ചെയ്ത്, ദിവ്യകാരുണ്യ സന്നിധിയിലാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് 1 മണിക്കൂർ വചനം വായിക്കുകയാണ്. എന്നിട്ട് നടന്നില്ല ഇങ്ങനെ ശരിക്കുന്നല്ല. അപ്പം എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാമല്ല, എടോ മനുഷ്യ, ഞാൻ മര്യാദക്ക് പ്രാർത്ഥിച്ചിട്ടാവും നിങ്ങൾ, എനിക്ക് കിട്ടിയില്ല നമ്മൾ കൊടുക്കാനില്ലണം എന്ന് പറഞ്ഞിട്ട് വായിക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്താ സംഭവിച്ചതെന്ന് പറയട്ടെ, എൻ്റെ ജീവിതം അടിമുടി മാറ്റിക്കളഞ്ഞു. 1 മാസമായി കഴിഞ്ഞപ്പോഴേ തല്ലണമെന്നുള്ള തീരുമാനം മാറ്റി, പോയിട്ടൊരു ഉമ്മ കൊടുക്കണമെന്നായിപ്പോയി. അത് ഞാൻ കൊടുത്ത്. എന്താ സംഭവം അറിയോ, ജീവിതം അടിമുടി മാറിപ്പോയി. ആ മനുഷ്യൻ, അതൊരു ടെക്നിക്കാണ്. നിങ്ങളോടൊക്കെ നേരെ ഇരുന്ന് വചനം വായിക്കുന്ന പറഞ്ഞാൽ വല്ലവനും വായിക്കുമോ? കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കും. അതൊരു ടെക്നിക്കായിരുന്നു, കാര്യം നടക്കാൻ വേണ്ടി ഒരു ഡയലോഗ്. പക്ഷേ എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ വചനം വായിച്ചാൽ അത് ജീവനുള്ളത് കൊണ്ട് അത് നിന്നെ സ്പർശിക്കും. എന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പർശിച്ചു. ആന്ന് പിന്നെ എനിക്ക് വചനം വായിക്കുക എന്നുള്ളൊരു കൊതിയായി. കാരണം ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുമല്ല. അപ്പം എനിക്ക് കൂടെ എല്ലാ ദിവസവും പുതിയ പുതിയ വചന രഹസ്യങ്ങൾ എന്തൊരു കൊതിയായിരുന്നു അറിയാം. പിന്നെ 1 മണിക്കൂറല്ല, അതിൽ കൂടുതലൊക്കെ വായിക്കും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കാര്യങ്ങൾ നടന്നുകൊടുന്നോ ഇല്ലെന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുസ്തകം മാറ്റം വരുത്തൂലേ? കാരണം എന്താണ്, ഇത് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാണ്. എൻ്റെ ലൈഫ് മൊത്തത്തിലിട്ടാണ്